എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷെ നമ്മൾ പലരും അത് യൂസ് ചെയ്യുന്നുണ്ടാവില്ല അല്ലേ. ഞാനും യൂസ് ചെയ്യാറില്ല. ഞാനും എല്ലാവരെയും പോലെ ഇൻഷോട്ടും കൈൻ മാസ്റ്റർ അങ്ങനെയൊക്കെയുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് എൻ്റെയും വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ ഇൻഷോട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ ഇടയിലൊരു ദിവസം ഞാൻ ഏതൊരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ വീഡിയോ ഇട്ടു, ടൈറ്റിൽ ഇട്ടു, ഡിസ്ക്രിപ്ഷൻ, തംബ്നെയിൽ ഒക്കെ റെഡിയായി, യൂട്യൂബിൽ പ്രോസസ്സിങ്ങും ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്ന് റിവ്യൂ ചെയ്യാൻ വീഡിയോ ഒന്ന് ഗോ ത്രൂ ചെയ്തപ്പോഴാണ് റിയലൈസ് ചെയ്തത് ഒരു പോർഷൻ എനിക്കൊന്ന് ബ്ലർ ചെയ്യണമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാതും കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്രാച്ച് തൊട്ടിട്ട് പിന്നെയും തുടങ്ങണം. എൻ്റെ മൊബൈലിൽ എഡിറ്റ് ചെയ്ത് പിന്നെ അപ്ലോഡ് ചെയ്ത് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ ഒക്കെ പിന്നെയും എല്ലാതും ഇടണം അല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഈ ഒരു ഓപ്ഷൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്തിട്ടോ. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ തന്നെ നമുക്കൊരു ബ്ലർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ സ്റ്റുഡിയോയിൽ തന്നെ തരുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ തന്നെ ഡയറക്റ്റ്ലി യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫീച്ചർ നമുക്കൊന്ന് പെട്ടെന്ന് എൻ്റെ ഈ ഒരു വീഡിയോയിൽ കണ്ടു നോക്കാം. സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് ഫുള്ളായിട്ട് മനസ്സിലാവും. പിന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് പെട്ടെന്ന് നമുക്ക് ഗോ ത്രൂ ചെയ്തിട്ട് പെട്ടെന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ യൂട്യൂബിൽ സബ് ടൈറ്റിൽസ് എങ്ങനെ മാനുവലി ആഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ഇതാ, ക്യാപിറ്റൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞ ചാനലത്തെയാണ്. അപ്പോൾ ഒരുപാട് താങ്ക് യു കേട്ടോ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ചേട്ടൻ്റെയും യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഞാൻ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ വീഡിയോയും കൂടി ഒന്ന് ചെക്കൗട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സാമ്പിൾ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് അപ്ലോഡ് ചെയ്ത വീഡിയോയിലൊന്നും ഒന്നും കളിക്കണ്ട. അത് കാരണം ഞാനൊരു സാമ്പിൾ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എഡിറ്റിൽ പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എഡിറ്റർ എന്ന ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ എഡിറ്ററിൽ പോയിട്ട് ഇപ്പോൾ ഇവിടെ എഡിറ്ററിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ട്രിം ആൻഡ് കട്ട് ഉണ്ട്, ബ്ലർ ഉണ്ട്, ഓഡിയോ ആഡ് ചെയ്യാം, എൻഡ് സ്ക്രീൻ, ഇൻഫോ കാർഡ്സ്. എൻഡ് സ്ക്രീനും ഇൻഫോ കാർഡ്സും പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സൈഡിൽ ഓപ്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ മുകളിലത്തെ 3 ഓപ്ഷൻ നമുക്ക് നോക്കാം. മുകളിലത്തെ 3 ഓപ്ഷനിൽ ട്രിം ആൻഡ് കട്ട് നമുക്ക് നോർമലി വീഡിയോനെ ട്രിം ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനാണ് ഈ ട്രിം ആൻഡ് കട്ട്. നമുക്കൊന്ന് ക്രോപ്പ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രിം ആൻഡ് കട്ട്. ഇനി അതുപോലെ ഇവിടെ നമുക്ക് ബ്ലറിന്റെ ഓപ്ഷൻ ഉണ്ട്. ഇതാണ് എനിക്ക് മെയിൻലി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇതിൽ ആഡ് ബ്ലർ കൊടുത്തു കഴിഞ്ഞാൽ ഫേസ് ബ്ലർ ചെയ്യാനാണോ അത് കസ്റ്റം ബ്ലർ ആണോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ കസ്റ്റം ബ്ലർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കിട്ടും. റെക്ടാങ്കിൾ ഷേപ്പ് വേണോ, ഓവൽ ഷേപ്പ് വേണോ എന്നുള്ളത്. അപ്പോൾ അതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാണ്ടല്ലോ, എൻ്റെ ഇവിടെ പ്രീവ്യൂവിൽ കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഇത് ഓവൽ ഷേപ്പിലാണ്, പിന്നെ റെക്ടാങ്കിൾ ഷേപ്പിലായാലും അങ്ങനെയും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഷേപ്പ് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ ട്രാക്ക് ചെയ്യണോ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മുടെ എൻറ്റയർ വീഡിയോയിൽ ആ ഒരു ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു അഡ്രസ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു കാർഡ്ബോർഡ് ബോക്സ് ഉണ്ട് നമ്മൾ യൂസ് ചെയ്യണത്, നമ്മുടെ ഒരു അഡ്രസ്സ് ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്, അത് നമുക്ക് ബ്ലർ ചെയ്യണം. അത് എൻറ്റയർ വീഡിയോയിൽ നമുക്ക് ബ്ലർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ പൊസിഷൻ ചിലപ്പോൾ മാറി എന്നൊക്കെ വെക്കും അല്ലെ. അപ്പോൾ ട്രാക്ക് ഒബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രാക്ക് ചെയ്തിട്ട് ആ ഒരു ഒബ്ജക്റ്റിനെ ഫുൾ ത്രൂ ഔട്ട് ദ വീഡിയോ അതിനെ ബ്ലർ ചെയ്ത് വെക്കും കേട്ടോ. ഇപ്പൊ ഞാൻ ട്രാക്ക് ഒബ്ജക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മൈക്കിനെ ഒന്ന് ഇതാക്കുന്നുണ്ട് കേട്ടോ. മൈക്കിന്റെ പൊസിഷൻ ഇങ്ങനെ മാറില്ല. അപ്പൊ നമുക്ക് മൈക്കിനെ ഞാൻ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഇങ്ങനത്തെ ഒന്നും ഇതിന് സിറ്റുവേഷനിൽ യൂസ് ചെയ്യരുത്. നമ്മുടെ എന്തെങ്കിലും സെൻസിറ്റീവ് ആധാർ കാർഡോ അങ്ങനെ എന്തെങ്കിലും വീഡിയോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഈ ബ്ലർ ഓപ്ഷൻ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാൻ ആ സൈസിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ആ മൈക്കിനെ ഇതാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രാക്ക് ഒബ്ജക്റ്റും യൂസ് ചെയ്തിട്ടുണ്ട്. ഫിക്സ് ബ്ലർ പൊസിഷൻ നമുക്ക് അങ്ങനെ ട്രാക്ക് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഫിക്സ് ബ്ലർ പൊസിഷൻ കൊടുക്കുക. ഞാൻ ഇപ്പോൾ ട്രാക്ക് ഒബ്ജക്റ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ എവിടേക്കൊക്കെ മൈക്ക് ഉണ്ട് അത് എല്ലാവരുടെയും ട്രാക്ക് ആയിട്ട് ഹൈഡ് ആയിക്കോളൂ കേട്ടോ. ഇപ്പൊ ഇനി ഞാനിവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ പ്രോസസ്സിംഗ് വിൽ സ്റ്റാർട്ട് ആൻഡ് ഇറ്റ് ടേക്സ് ടൈം ടു ഹാർസ് ഫോർ യുവർ ചേഞ്ചസ് ടു അപ്ലൈ ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം പിടിക്കും കൺഫേം ചേഞ്ചസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ അത് പ്രോസസ്സ് ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ. അപ്പോൾ ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഞാൻ പ്ലേ ചെയ്യാൻ പോയാൽ അതിങ്ങനെ വല്ല അപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു പോർഷൻ അത്രയും ബ്ലർ ആയിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉള്ളത് ബ്ലർ ഫേസ് എന്നുള്ളതുണ്ട് കേട്ടോ, ഫേസ് ബ്ലർ. അപ്പോൾ ഫേസ് ബ്ലർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ലോഡ് ആവും നമ്മുടെ സ്ക്രീനിൽ എത്ര ഫേസസ് ഉണ്ട് എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫേസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ ഒരുപാട് ഫേസ് ഉണ്ടെങ്കിൽ ഒരുപാട് ഫേസ് ഇതിൽ ലിസ്റ്റ് ആവും. ഇപ്പോൾ എൻ്റെ ഫേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സെലക്ട് ഓൾ എന്ന് ചെയ്തിട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫേസ് അതിൽ ബ്ലർ ആവും കേട്ടോ. അപ്പോൾ ഈ ഫീച്ചറും ഒരുപാട് യൂസ്ഫുൾ ആണ്. നമ്മൾ തിരക്കിലൊക്കെ പോയിട്ട് ഒരു വ്ളോഗ് ഒക്കെ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലരുടെയൊക്കെ ഫേസ് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫീച്ചർ യൂസ് ചെയ്തിട്ട് ഫേസ് ബ്ലർ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ എനിക്ക് ഈ ഫീച്ചർ ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. അപ്പോൾ ഇൻ കേസ് ഇങ്ങനെ നമുക്ക് ബ്ലർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ സേവ് കൊടുക്കുക. ഞാൻ ഇപ്പോൾ സേവ് ചെയ്യണില്ല, കാരണം അത് ഒരുപാട് സമയം പിടിക്കും. പിന്നെയുള്ള ഫീച്ചർ ഓഡിയോ. നമുക്കിവിടെ ഓഡിയോ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ എനിക്ക് ഈ ഫീച്ചർ അത്ര ഇഷ്ടമായില്ല, കാരണം നമുക്ക് വേണ്ട ഓഡിയോ ഒന്നും നമുക്കിതിൽ കിട്ടുന്നില്ല. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാനിവിടെ ആവേശം പിക്ചറത്തെ വേണമെന്നുണ്ടെങ്കിൽ അതൊന്നും നമുക്കിവിടെ കിട്ടില്ല. നമുക്കിവിടെ നോർമൽ സട്ടിൽ ഓഡിയോ അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ കിട്ടുക. ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കും അങ്ങനത്തെ കേട്ടോ. അപ്പോൾ ഇവിടുന്നായാലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കുറെ ഓഡിയോസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് നമുക്ക് വേണ്ട മലയാളം ഓഡിയോ ഒന്നും അങ്ങനെ കിട്ടുന്നില്ല അതിൽ. അതും വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് ആഡ് ചെയ്യുമല്ലോ, അങ്ങനെ ആഡ് ചെയ്തിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കുറച്ച് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.